കാസർഗോഡ് ബാക്രബയലിൽ യുവാവിന് വെടിയേറ്റ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ബാക്രബയൽ സ്വദേശി സവാദിനാണ് വെടിയേറ്റത്. ഞായറാഴ്ച രാത്രി 10:30 മണിയോടെയായിരുന്നു സംഭവം. വെടിയേറ്റ് പരിക്കേറ്റ സവാദ് നിലവിൽ മംഗളൂരു ആശുപത്രിയിൽ ചികിത്സയിലാണ്. വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ IVF സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ്. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ബാങ്ക് റോഡ്, കാസർഗോഡ്. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബാക്രബയലിൽ യുവാവിന് വെടിയേറ്റത് നാടിനെ ഞെട്ടിച്ചു. ബാക്രബയൽ സ്വദേശി സവാദിനാണ് വെടിയേറ്റത്. ഞായറാഴ്ച രാത്രി 10:30 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. രാത്രിയിൽ ബൈക്കിൽ വീട്ടിലേക്ക് പോകുകയായിരുന്ന സവാദ് കുറ്റിക്കാട്ടിൽ നിന്നും വെളിച്ചം കാണുകയായിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട യുവാവ് റോഡരികിൽ ബൈക്ക് നിർത്തി വെളിച്ചം കണ്ട സ്ഥലത്തേക്ക് നടന്നു. ഇതിനിടെ കുറ്റിക്കാട്ടിൽ നിന്നും വെടിയേൽക്കുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ കുറ്റിക്കാട്ടിൽ നിന്നും സവാദ് റോഡിലേക്ക് തിരികെ എത്തുകയും നാട്ടുകാരെ വിവരമറിയിക്കുകയുമായിരുന്നു. തുടയിലാണ് സവാദിന് വെടിയേറ്റത്. നാട്ടുകാർ ഉടൻ തന്നെ സവാദിനെ മംഗലാപുരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സവാദിന്റെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. വിവരമറിഞ്ഞ് മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. പ്രാഥമിക പരിശോധനയിൽ ഉപകരണ സഹായത്തോടെ വെടിപൊട്ടുന്ന തരത്തിൽ സ്ഥാപിച്ച കെണി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കാട്ടുപന്നിയെ പിടികൂടുവാൻ സ്ഥാപിച്ചതാണെന്നാണ് കരുതുന്നത്. ആരെങ്കിലും വെടിയുതിർത്തതാകാമെന്നും പ്രതികൾ അതിർത്തി കടന്നെന്നുമുള്ള വാർത്തകളാണ് ആദ്യം പ്രചരിച്ചത്. എന്നാൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന കെണിയിൽ നിന്നാകാം വെടിയേറ്റതെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തിവരുന്നത്. കേരള കർണാടക അതിർത്തി പ്രദേശമായ ഓർക്കാടി പഞ്ചായത്തിൽ കുറെ കാലങ്ങളായി കാട്ടുമൃഗങ്ങളുടെയും കാട്ടുപന്നികളുടെയും ശല്യമാണ്. കർഷകർ വളരെയധികം ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഈ രീതിയിലുള്ള സാഹചര്യത്തിൽ ഇവിടെയുള്ള കുറച്ച് ആൾക്കാർ ഈ കാട്ടുപന്നിയെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ച ഒരു നാടൻ തോട്ട, ആ തോട്ടയെ ഈ യുവാവ് പോയി സ്പർശിക്കുകയും അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തതാണ് അപകടമുണ്ടായത്. അപ്പോൾ മഞ്ചേശ്വരം പോലീസ് ഇപ്പോൾ അന്വേഷണം തുടരുകയാണ്. അപ്പോൾ ഈ കാട്ടുമൃഗങ്ങളെ നിയന്ത്രിക്കുവാൻ വേണ്ടിയുള്ള ഒരു നാടൻ തന്ത്രമാണ് ഈ യുവാവിന് ഇപ്പോൾ അപകടമായി മാറിയത്. സവാദിൽ നിന്നും പോലീസ് മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.